രമേശ് ചെന്നിത്തല അന്ന് KPCC അധ്യക്ഷനാകുന്നതിന് പ്രതിപക്ഷ നേതാവാവുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ രമേശ് ചെന്നിത്തലയോട് സണ്ണി ജോസഫ് തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ ഇത് പിന്നീട് പല സാഹചര്യങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ചാൽ അത്തരം സത്യസന്ധത കാണിക്കുന്ന ആളാണ്. ചില സാഹചര്യങ്ങളിൽപ്പെട്ട മറുഭാഗത്ത് നിൽക്കേണ്ടി വരുമ്പോഴും ഞാൻ താങ്കൾക്ക് ഒപ്പമാണ് നിൽക്കാൻ ആഗ്രഹിച്ചത്, പക്ഷേ ചില കാര്യങ്ങളാൽ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് മറുഭാഗത്ത് നിൽക്കുന്ന ആളുകളെ കൂടി വിശ്വാസത്തിലെടുക്കാൻ കഴിയും. സണ്ണി ജോസഫിന് രമേശ് ചെന്നിത്തലയ്ക്ക് വിശ്വാസമുണ്ട്. ഇതേ സണ്ണി ജോസഫിനെ VD സതീശന് വിശ്വാസമുണ്ട്. ഇതേ സണ്ണി ജോസഫിനെ A ഗ്രൂപ്പിലെ നേതാക്കൾക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ A ഗ്രൂപ്പാണെങ്കിലും I ഗ്രൂപ്പാണെങ്കിലും സുധാകരപക്ഷമാണെങ്കിലും ഈ പക്ഷങ്ങളുടെ എല്ലാം ഇടയിൽ ഒരു ഡിപ്ലോമാറ്റിക്കായ നയചാതുരിയുള്ള നേതാവാണ് സണ്ണി ജോസഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാ നേതാക്കൾക്കും സണ്ണി ജോസഫിനെ ഇഷ്ടവുമാണ്. മാത്രമല്ല സണ്ണി ജോസഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഇപ്പോൾ ഞാൻ ബെന്നി ബെഹനാൻ്റെ കാര്യം പറയുന്നത് പോലെ സംസ്ഥാന പ്രസിഡന്റുമാരും പങ്കെടുക്കാതിരുന്നിട്ടും രമേശ് യെസ്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഒരു താല്പര്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ ഒരു കോമ്പിനേഷൻ അവിടെ വർക്ക് ചെയ്യില്ല. അതൊരു വലിയ പ്രതീക്ഷ നൽകുന്ന കോമ്പിനേഷനാണ്. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറത്തേക്ക് പാർട്ടിയെ നെയ്തുകൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നെയ്ത്തുകാരൻ കൂടിയാണ് സണ്ണി ജോസഫ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിൽ സണ്ണി ജോസഫിന് ഒരു സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പോസിറ്റീവായുള്ള ഘടകം, നമ്മൾ ഇന്ന് വരെ സണ്ണി ജോസഫ് സഭയ്ക്കുള്ളിലോ സഭയ്ക്ക് പുറത്തോ മാധ്യമങ്ങളുടെ മുന്നിലോ ഏതെങ്കിലും നേതാക്കളുമായിട്ടുള്ള ഏറ്റുമുട്ടലിലോ ഏതെങ്കിലും ഒരു വാക്കുപയോഗിച്ച് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടില്ല.